മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ നിത്യവും ക്ഷേത്രത്തിൽ പോവുക. പോയിട്ട് നമ്മുടെ കടയുടെ പേരിൽ ഇപ്പോൾ ഒരു വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അല്ലെന്നുണ്ടെങ്കിൽ കാര്യസിദ്ധി പൂജയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുക. അങ്ങനെ നടത്തിയതിന് ശേഷം അതിൻ്റെ പ്രസാദം വാങ്ങിച്ചു കൊണ്ടുവന്ന് കടയിൽ നമ്മുടെ ആ ക്യാഷ് ഡ്രോയർ അടുത്തൊക്കെ വച്ചിരിക്കുന്നതും പോസിറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് വരുമാനം ഉണ്ടാകും. കടയിലുള്ളൊരു പ്രസാദമൊക്കെ നമ്മുടെ അമ്പലത്തിൽ നിന്നൊരു പ്രസാദം കൊണ്ടുവന്ന് കടയിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ കടയുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയെങ്കിലും കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. തുടർന്ന് നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസം ഒരു നാളികേരം എടുത്ത് കടയെ ഒഴിയുകയോ അല്ലെങ്കിൽ അതിന് ഒന്ന് പ്രദർശനം ചെയ്യുകയോ ചെയ്തിട്ട് കൊണ്ടുവന്ന ഗണപതി ഭഗവാന്റെ നടയിൽ വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ആ നാളികേരം പൊട്ടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടും. ഒരുപാട് ബിസിനസ് ഉണ്ടാകും. നഷ്ടങ്ങൾ വരാതെ മുന്നോട്ട് പോകുവാനും സാധിക്കും. ഏറ്റവും പ്രധാനം ഈ നടത്തുന്ന ആൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ 9ാം ഭാവാധിപൻ, അതായത് നിങ്ങളുടെ ഭാഗ്യാധിപൻ എങ്ങനെയാണ്, ഏത് രാശിയിലാണ് നിൽക്കുന്നത്, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ജാതകമാണോ, ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ പാടുള്ളൂ. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ലാഭമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ജാതകം പരിശോധിക്കുക. ഇപ്പോഴത്തെ സമയം നോക്കുക. നിങ്ങളുടെ സമയം മോശമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിലോട്ട് വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ സമയം കൊള്ളാമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതിൻ്റേതായ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ജാതകം പരിശോധിക്കുക. 9ാം ഭാവാധിപൻ എങ്ങനെയാണെന്ന് നോക്കുക. അത് കർമാധിപൻ എങ്ങനെയാണെന്ന് നോക്കുക. 10ാം ഭാവാധിപത്തിൽ ഗ്രഹം ഉച്ചത്തിലാണോ നീചത്തിലാണോ ഇതെല്ലാം പരിശോധിക്കുക. നമുക്ക് വരുന്ന വരുമാനം എങ്ങനെയാണെന്ന് 11ാം ഭാവത്തിൽ നമുക്ക് വരുമാനം വരാൻ യോഗമുണ്ടോ എന്നെല്ലാം നോക്കുക. ചിലപ്പോൾ ബിസിനസ് നടക്കും, ദൈവാനുഗ്രഹമുണ്ട്, പക്ഷെ വരുമാനം ഒന്നും കാണില്ല. കാരണം 12ാം ഭാവത്തിലൊക്കെ ചിലവ് കൂടുതലായിരിക്കും. നമുക്ക് കിട്ടുന്ന വരുമാനം അത്രയും ചിലവായിക്കൊണ്ടിരിക്കും. അപ്പോൾ ജാതകം വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ബിസിനസ്സിൽ ഇറങ്ങാവൂ. ചെയ്യുന്ന ആളിന് നഷ്ടമുണ്ടെങ്കിൽ ജാതകമൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ചിലപ്പോൾ ഒരു കാലഘട്ടം, ചിലപ്പോൾ 1 വർഷം 6 മാസമായിരിക്കും ബുദ്ധിമുട്ട്. ആ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഉയർച്ചയുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് വളരെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു പ്രശ്നം വെച്ചൊക്കെ നോക്കുക. നമുക്ക് ഈശ്വര അനുഗ്രഹമുണ്ടോ എന്നൊക്കെ നോക്കുക. ഈശ്വര അനുഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് മോശമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇറങ്ങാതിരിക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ നമുക്ക് ശത്രുദോഷം, വിളിദോഷം, കമ്പേർ ദോഷം ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ബിസിനസ് തുടർന്ന് നടത്തിക്കൊണ്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ധനലാഭം ഉണ്ടാകും, ബിസിനസ്സിൽ നേട്ടമുണ്ടാകും, പുരോഗതി ഉണ്ടാകും. നിങ്ങൾക്ക് 1 വർഷത്തിനകം തന്നെ അതുപോലെ മറ്റൊരു ബിസിനസ് സ്ഥാപനം ഇടുകയും ബിസിനസ്സിൽ ഉയർച്ചയിലെത്തുവാനും സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ജാതകം നോക്കി പറഞ്ഞു കൊടുക്കുന്ന പലരോടും പറയുന്ന കാര്യം